ഫെബ്രുവരി മാസം 8 മുതൽക്ക് 14 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മേഷാദി രാശികളുടെ 12 രാശികളുടെയും പൊതുവായ ഫലം പറയാൻ ശ്രമിക്കുകയാണ്. മേഷാദിയാണ്, അതായത് മേടം മുതൽക്കാണ് 12 രാശി. അതിലെ ആദ്യത്തെ രാശി മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം, ഈ 3 നക്ഷത്ര സമൂഹങ്ങൾ ചേർന്നതാണ് മേടം രാശി. ഈ മേടം രാശിക്കാരുടെ ഒരു സാമാന്യ ഫല നിരൂപണം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രവൃത്തി അഥവാ ജോലി ഇത് സംബന്ധിച്ച് പറഞ്ഞാൽ കുംഭത്തിൽ ത്രിഗ്രഹ യോഗമാണ്. ബുധനും ശുക്രനും രാഹുവും ഉണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ഇവർക്ക് സ്വന്തം നിലയ്ക്ക് ഒരു ജോലി ചെയ്ത് കിട്ടുന്ന ഫലത്തേക്കാൾ ഉപരിയായിട്ട് ഒരു ടീം വർക്കായിട്ട് ചെയ്യുന്ന ജോലികൾക്കും ഒക്കെ പ്രാധാന്യം കൊടുത്താൽ അത് വിജയിക്കും. അതുപോലെ തന്നെ ഈ നെറ്റ്വർക്ക് ബിസിനസ്സും അഥവാ നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന അത് കമ്പ്യൂട്ടറിൽ മാത്രമല്ല മറ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഒന്നിച്ചു ചേർന്ന് ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നവർക്ക് വിജയം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ കോൺട്രാക്റ്റുകൾ കിട്ടുക, ഓൺലൈൻ വഴിയുള്ള ബന്ധങ്ങൾ, അതുകൊണ്ടുള്ള ബിസിനസ്സുകളും ഒക്കെ അവർക്കൊക്കെയും നല്ല അവസരം തന്നെയാണ്. പഴയ മുൻപുണ്ടായിരുന്ന ചില സുഹൃത്ത് ബന്ധങ്ങൾ വഴി വരുന്ന ബിസിനസ്സും പ്രവൃത്തി ഒക്കെ ആ പ്രവർത്തന മേഖലയിലൊക്കെ അവർക്ക് ശോഭിക്കാൻ പറ്റും. മകരത്തിലെ ആണ് സൂര്യനും ചൊവ്വയും. അത് ഫെബ്രുവരി മാസം 10-12 തീയതികളിലൊക്കെ കുറച്ച് കൂടുതൽ സമ്മർദ്ദം ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് വരുമാനം വർദ്ധിക്കുന്നതായിട്ട് കാണാം. അതും വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ജോലിയേക്കാൾ ഉപരിയായിട്ട് സുഹൃത്തുക്കൾ വഴി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വഴി വരുന്ന ജോലികൾ കൂടെ കിട്ടുന്നതായിട്ടുള്ള വരുമാനത്തിനായിരിക്കും പ്രാധാന്യം. സ്വന്തം നിലയ്ക്ക് ഉള്ള വരുമാനം ഉണ്ടാകുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണം പറഞ്ഞാൽ, ലോട്ടറി എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചില നിക്ഷേപങ്ങൾ നടത്തുക വ്യക്തിപരമായിട്ട്, ഇതൊന്നും ഒരു നേട്ടമുണ്ടാകാനില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ നഷ്ടത്തിലും വരാവുന്നതാണ്. ആരോഗ്യം വളരെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാകുന്നുണ്ട്. ഉറക്കം ഒക്കെ നന്നായിട്ട് പോകുന്നു. അത് ആരോഗ്യപരമായിട്ട് അവർക്ക് യാതൊരു ദോഷവും ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരാഴ്ചക്കാലത്ത് വരാവുന്നതായിട്ട് കാണുന്നില്ല. കുടുംബപരമായിട്ട് സുഹൃത്തുക്കളുമായിട്ടുള്ള കൂടിച്ചേരലുകളും സമയം പങ്കിടലൊക്കെ ഉണ്ടാകും. പക്ഷേ അതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് അതിൻ്റെ പേരിൽ ചില പരാതികളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും കൂടെ കണക്കിലെടുക്കേണ്ടതാണ്. ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഈ ആഴ്ച സൂര്യക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അഥവാ സൂര്യനുമായി ബന്ധപ്പെട്ട സൂര്യ നമസ്കാരാദി കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ വാക്കുകളിൽ കുറച്ച് സൂക്ഷ്മത വരുത്തേണ്ടതുണ്ട്. കുറച്ച് വിനയത്തോടു കൂടി സംസാരിക്കുകയും ഹാർഷായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്.